സാധാരണ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ദൃശ്യങ്ങൾ പോലുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ശക്തമായ മഴയിലുണ്ടായ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ പെട്ടെന്നുള്ള മിന്നൽ പ്രളയം എന്നൊക്കെ പറയാം. അതിന് സമാനമായ രീതിയിലായിരുന്നു സാഹചര്യങ്ങൾ. അവിടെയാണ് ഈ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന സംഭവം ഉണ്ടായത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അലക്സ്, തുലാമഴ അത് തിമിർത്തും തകർത്തും ഒക്കെ പെയ്യുന്നുണ്ട്. അതേസമയം നാശനഷ്ട കണക്കുകളും അതിങ്ങനെ ഏറിയേറി വരുന്നു. എന്താണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ? ഏതൊക്കെ ജില്ലകളിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? പ്രജന അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും നിരവധി സിസ്റ്റങ്ങൾ, അതായത് സംസ്ഥാനത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന നിരവധി സിസ്റ്റങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് അറബിക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദമാണ്. അത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുന്നു. ഒപ്പം ചക്രവാത ചുഴി അറബിക്കടലിൽ നിലനിൽക്കുന്നുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ നിലവിലൊരു ചക്രവാത ചുഴിയുള്ളത്, അത് വീണ്ടും ന്യൂനമർദ്ദമായി അതും ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് തുലാവർഷം കനക്കും ഈ ദിവസങ്ങളിൽ എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ആ മേഖലകളിൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയാണ് തുലാവർഷ മഴയുടെ പ്രത്യേകത. ഉച്ചയ്ക്ക് ശേഷമാവുന്നു പലയിടത്തും മാനം അങ്ങനെ കറുത്തു വരികയാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചും തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെ കനത്ത മഴയുണ്ടായിരുന്നു. അതിനുശേഷമാണ് പകൽ സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് മഴ വിട്ടുനിന്നത്. പക്ഷേ ഇപ്പോൾ മാനം കറുത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതിന് സമാനം തന്നെയായിരിക്കും ഇടുക്കിയും എറണാകുളം പോലുള്ള ജില്ലകളിലും. കാരണം 14 ജില്ലകൾ മഴ മുന്നറിയിപ്പുള്ളതിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പ് ഈ 6 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായി ആ മേഖലയിൽ മഴ കനത്തു പെയ്യാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മറ്റ് 8 ജില്ലകളിൽ നിന്ന് യെല്ലോ മുന്നറിയിപ്പാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നാളെ 12 ജില്ലകളിൽ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ട് തുടരും. നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും ജാഗ്രതയോടെ ഇരിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം പലയിടങ്ങളിലും എറണാകുളത്തിൻ്റെ മലയോര മേഖലയിലും ഇടുക്കിയുടെ മലയോര മേഖലയിലും മഴ കനത്തു പെയ്യുകയാണ്. പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഈ മേഖലകളിൽ റെഡ് അലേർട്ടിന് സമാനമായ ജാഗ്രത തുടരണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. തീരവുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട ജാഗ്രതാ മുന്നറിയിപ്പുകൾ നൽകുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വിലക്ക് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാഹചര്യമുള്ളതിനാൽ 21-ാം തീയതിക്കുള്ളിൽ തന്നെ ബംഗാൾ തീരത്ത് അല്ലെങ്കിൽ ആ മേഖലയിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ പലവിധമായ തീരപ്രദേശങ്ങളിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തീരമേഖലയിലേക്ക് മടങ്ങി വരണമെന്ന നിർദ്ദേശവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതിനോടകം നൽകുന്നു. അത് മത്സ്യത്തൊഴിലാളികൾ പാലിക്കണം. എന്താണെങ്കിലും കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 55 കിലോമീറ്റർ വരെ വേഗതയിലെ കാറ്റിനും അതുപോലെ കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ശരി, അലക്സ് റാം മുഹമ്മദാണ് സംസ്ഥാനത്തെ മഴ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും മഴ കനക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശം അത് കൃത്യമായി പാലിക്കുക. ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ എന്നതിനോടകം പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ടാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.